ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. BJP നേതാക്കൾ പ്രതികളായ കൊടകര കുഴൽപ്പണ കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് ED ഹൈക്കോടതിയിൽ. പണത്തിന്റെ ഉറവിടം കണ്ടെത്താനുള്ള അന്വേഷണം തുടരുന്നതായും ED. ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമിയിൽ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സ്റ്റോപ്പ് മെമ്മോ നിലനിൽക്കെ മണ്ണിട്ട് നികത്തി. കർഷക തൊഴിലാളി യൂണിയൻ ചാലക്കുടി ഏരിയ സെക്രട്ടറി ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകി. ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ഭർത്താവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കാരണം ചെമ്മണ്ട സ്വദേശി സാബുവാണ് ഭാര്യ ദീപ്തിയെ ആക്രമിച്ചത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. BJP നേതാക്കൾ പ്രതികളായ കൊടകര കുഴൽപ്പണക്കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് ED ഹൈക്കോടതിയിൽ. പണത്തിന്റെ ഉറവിടം കണ്ടെത്താനുള്ള അന്വേഷണം തുടരുന്നതായും പലരുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ED സത്യവാങ്മൂലത്തിൽ അറിയിച്ചു. കുഴൽപ്പണക്കേസിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി സമർപ്പിച്ച പൊതു താൽപര്യ ഹർജിയിലാണ് ED നിലപാട് വ്യക്തമാക്കിയത്. കേസിൽ പുനരന്വേഷണം പുരോഗമിക്കുകയാണെന്ന് ED കോടതിയിൽ അറിയിച്ചു. കൊടകര പോലീസ് കൈമാറിയ അന്തിമ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് കേസിൽ പ്രാഥമിക നടപടികൾ ആരംഭിച്ചത്. ആഴത്തിൽ അന്വേഷണം നടത്തേണ്ട വിഷയമാണെന്നും പണത്തിന്റെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണെന്നും ED സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഉണ്ട്. പലരുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ED കോടതിയിൽ വ്യക്തമാക്കി. ഹർജിക്ക് പിന്നിൽ രാഷ്ട്രീയ താൽപര്യമുണ്ടെന്നും ED ആരോപിച്ചു. പോലീസ് മേധാവിക്കും EDക്കും ആദായ നികുതി കമ്മീഷണർക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും നടപടിയില്ലെന്നും തൃശൂർ അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ സ്വീകരിച്ച നടപടി അറിയിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ പൊതു താൽപര്യ ഹർജി. മീഡിയ ടൈം, കൊച്ചി. ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമി മണ്ണിട്ട് നികത്തിയതായി ആക്ഷേപം. ഇത് സംബന്ധിച്ച് കർഷക തൊഴിലാളി യൂണിയൻ ചാലക്കുടി ഏരിയ സെക്രട്ടറി CK ശശി ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകി. ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമിയിൽ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സ്റ്റോപ്പ് മെമ്മോ നിലനിൽക്കെയാണ് കഴിഞ്ഞ ദിവസം വീണ്ടും മണ്ണിട്ട് നികത്തിയത്. കോടശ്ശേരി പഞ്ചായത്തിലെ എലിഞ്ഞിപ്ര ഗ്രൂപ്പ് വില്ലേജിൽ ഉൾപ്പെട്ട കൂടപ്പുഴ പ്രദേശത്താണ് നിലം നികത്തുന്നത്. കോടശ്ശേരി പഞ്ചായത്തിന്റെ ഒത്താശയോടെയാണ് നികത്തൽ നടക്കുന്നതെന്നും ആരോപണമുണ്ട്. പഞ്ചായത്തിന്റെ അധീനതയിലുള്ള സ്ഥലങ്ങളിൽ നിന്നുമുള്ള വേസ്റ്റ് മണ്ണും അധികൃതരുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്നിട്ട് നികത്തുന്നതായും ആരോപണമുണ്ട്. അനധികൃതമായി നിലം നികത്തുന്നത് സംബന്ധിച്ച് ജില്ലാ കളക്ടർ, തഹസിൽദാർ, വില്ലേജ് ഓഫീസർ എന്നിവർക്ക് കഴിഞ്ഞ ഡിസംബർ 4-ന് കർഷക തൊഴിലാളി യൂണിയൻ പരാതി നൽകിയിരുന്നു. തുടർന്ന് നവകേരള സദസ്സിൽ നൽകിയ പരാതിയെ തുടർന്ന് വില്ലേജ് ഓഫീസിൽ നിന്നും സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ചെയ്തു. ഇത് നിലനിൽക്കെയാണ് ഇപ്പോൾ വീണ്ടും മണ്ണടിച്ച് നികത്തൽ നടക്കുന്നത്. ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട സ്ഥലം പൂർവ്വസ്ഥിതിയിൽ നിലനിർത്തണമെന്ന് കർഷക തൊഴിലാളി യൂണിയൻ ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, ചാലക്കുടി. കയ്പമംഗലം 3 പീടികയിൽ യുവാവിനെ ഒരു സംഘം വളഞ്ഞിട്ട് തല്ലി. ഇന്നലെ വൈകിട്ട് 6:30-ഓടെയായിരുന്നു സംഭവം. അശ്വിൻ എന്ന യുവാവിനെയാണ് മർദ്ദിച്ചത്. 3 പീടിക സ്വദേശി നവീനും സംഘർഷത്തിൽ പരിക്കേറ്റു. ഇരുവരെയും ഇരിങ്ങാലക്കുടയിലെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. അക്രമത്തിന് കാരണം ഹെൽമെറ്റിനെ ചൊല്ലിയുള്ള തർക്കമാണെന്നാണ് പറയപ്പെടുന്നത്. എടുത്ത ഹെൽമെറ്റ് യുവാവ് തിരിച്ചു വയ്ക്കാത്തതിനെ തുടർന്നാണ് തർക്കമുണ്ടായതെന്നാണ് സൂചന. അതിനിടെ ഹെഡ്സെറ്റിനെ ചൊല്ലിയുള്ള തർക്കമാണെന്ന വാദവും ഉയർന്നിട്ടുണ്ട്. എന്നാൽ നടു റോഡിൽ നടന്നത് ലഹരി സംഘങ്ങൾ തമ്മിലെ തർക്കമാണോ എന്ന സംശയത്തിലാണ് പോലീസ്. മർദ്ദനമേറ്റവരും മർദ്ദിച്ചവരും പരിചയക്കാരും ഒരേ നാട്ടുകാരാണ്. നാട്ടുകാർ ഇടപെട്ടാണ് യുവാവിനെ രക്ഷപ്പെടുത്തിയത്. യുവാവ് പരാതി നൽകാത്തതിനാൽ കേസെടുത്തില്ലെന്ന് പോലീസ് അറിയിച്ചു. എന്നാൽ വീഡിയോ പുറത്തുവന്ന സാഹചര്യത്തിൽ പൊതുവിടത്തിൽ സംഘർഷമുണ്ടാക്കിയതിന് കേസെടുത്തേക്കും. മീഡിയ ടൈം, കയ്പമംഗലം. കുഴൂരിൽ 25 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയ കേസിൽ 2 സ്ത്രീകൾ അറസ്റ്റിൽ. കുഴൂർ തെക്കുമുറി പുളിക്കൽ വീട്ടിൽ അഖിലിന്റെ ഭാര്യ സാലികയുടെ സ്വർണ്ണാഭരണങ്ങളാണ് വീട്ടിനകത്തെ അലമാരയിൽ നിന്ന് കാണാതായത്. ഇവരുടെ അയൽവാസികളായ മകളെയും അമ്മയെയുമാണ് മാള ഇൻസ്പെക്ടർ സുനിൽ പുളിക്കൽ പിടികൂടിയത്. ഞായറാഴ്ച ഒരു വിവാഹത്തിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയ ശാലിക ആഭരണങ്ങൾ മുകൾ നിലയിലെ അലമാരയിൽ വെച്ചിരുന്നു.
പിന്നീട് ബുധനാഴ്ച മറ്റൊരു ഫംഗ്ഷന് പോകാനായി ആഭരണങ്ങൾ നോക്കിയപ്പോഴാണ് ഇവ സൂക്ഷിച്ചിരുന്ന ബോക്സ് അടക്കം നഷ്ടപ്പെട്ടതറിയുന്നത്. ഇതോടെ പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു. വ്യാഴാഴ്ച സംഭവം അറിഞ്ഞെത്തിയ പോലീസ് മോഷണ രീതി കണ്ട് ആദ്യമേ ഉറപ്പിച്ചു. മോഷ്ടാവ് അകത്തല്ലെങ്കിൽ തൊട്ടടുത്ത്. ഇതേ തുടർന്ന് പോലീസ് സംഘം മഫ്തിയിൽ പരിസരവാസികളെ രഹസ്യമായി നിരീക്ഷിച്ചും വിവരങ്ങൾ ശേഖരിച്ചും നടത്തിയ അന്വേഷണത്തിലാണ് കേസ് റിപ്പോർട്ടായി പിറ്റേന്ന് തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്തത്. മറ്റ് അയൽവാസികളുടെ വീടുകളോടൊപ്പം പ്രതികളുടെ വീട്ടിലും എത്തി പോലീസ് കാര്യങ്ങൾ തിരക്കിയിരുന്നു. എന്നാൽ ഇവർ അറിയാതെ തന്നെ ഇവരുടെ മൊഴികൾ രഹസ്യമായി അന്വേഷിച്ച് പൊരുത്തക്കേടുകൾ കണ്ടെത്തിയിരുന്നു. ഇവർ അന്നമനടയിലെ ഒരു ജ്വല്ലറിയിൽ എത്തിയിരുന്നതായും കണ്ടെത്തി. ബുധനാഴ്ച പ്രതികൾ കോപ്പറേറ്റീവ് ബാങ്കിലെത്തി ലോക്കറിൽ എന്തോ സൂക്ഷിച്ചതായും വിവരം ലഭിച്ചു. ഇതോടെ പോലീസ് ഇവരെ രഹസ്യമായി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ കാര്യങ്ങൾ തുറന്നു പറയുകയായിരുന്നു. അയൽവാസികളെങ്കിലും ഇവർ തമ്മിൽ അത്ര സൗഹൃദത്തിലായിരുന്നില്ല. ഉള്ളിൽ തോന്നിയ ചെറിയ വൈരാഗ്യത്തിന് ചെയ്തു പോയതാണെന്ന് പ്രതികൾ പറഞ്ഞതായാണ് വിവരം. മകളാണ് മോഷണം നടത്തിയത്. അന്ന് തന്നെ ഇരുവരും കൂടി സ്വർണ്ണാഭരണങ്ങളിൽ പലതും ജ്വല്ലറിയിൽ കൊണ്ടുപോയി വിറ്റ് പുതിയത് വാങ്ങി. കസ്റ്റഡിയിലെടുത്ത് ചോദിച്ചപ്പോൾ തങ്ങളുടേതെന്ന് പലവട്ടം പറഞ്ഞപ്പോഴും ക്ഷമയോടെ കേട്ടുനിന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നാണ് ലോട്ടറി അടിച്ചത് എന്ന് തിരിച്ചു ചോദിച്ചപ്പോൾ തല കുനിച്ചു നിൽക്കാനേ ഇവർക്കായുള്ളൂ. തിങ്കളാഴ്ച രാവിലെ അഖിലിന്റെ വീട്ടിലെ എല്ലാവരും ജോലിക്ക് പോയ തക്കം നോക്കി അകത്തു കയറിയാണ് മോഷണം. വീട് പൂട്ടി പുറത്തെ ബാത്റൂമിനടുത്തുള്ള ബോക്സിൽ താക്കോൽ വെക്കുന്നത് രതിക കാണാറുണ്ട്. ഇതെടുത്ത് വാതിൽ തുറന്ന് എല്ലാ മുറികളിലും പരിശോധിച്ച് മുകളിലെത്തി അലമാര പരിശോധിക്കുന്നതിനിടെ സ്വർണ്ണാഭരണങ്ങൾ വച്ചിരുന്ന ബോക്സിന്റെ താക്കോൽ ലഭിച്ചു. മോഷണം നടത്തിയ ശേഷം താക്കോൽ യഥാസ്ഥാനത്ത് വെച്ച് സ്ഥലം വിടുകയായിരുന്നു. ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി MD കുഞ്ഞിമോയിൻകുട്ടി, മാള ഇൻസ്പെക്ടർ സുനിൽ പുളിക്കൽ, SI-മാരായ K ശശി, KK ബിജു, ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ സീനിയർ CPO ES ജീവൻ, KS ഉമേഷ്, മാള പോലീസ് സ്റ്റേഷൻ സീനിയർ CPO KV അഭിലാഷ്, KD നവീൻ, KS സിദീജ എന്നിവരാണ് പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. മീഡിയ ടൈം, മാള. കൊടും ചൂടിന് ആശ്വാസമായി തീരദേശത്ത് വേനൽ മഴയെത്തി. മണിക്കൂറുകളോളം പെയ്ത മഴയിൽ തൃപ്രയാറിൽ വെള്ളക്കെട്ട്. നിരവധി കടകളിൽ വെള്ളം കയറി. കാനയിലൂടെ വെള്ളം ഒഴുക്കാത്തതും ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് പലയിടത്തും തോടുകൾ നികത്തിയതും വെള്ളക്കെട്ടിന് കാരണമായി. ഇന്ന് പുലർച്ചെ മുതലാണ് ശക്തമായ വേനൽ മഴ ആരംഭിച്ചത്. മണിക്കൂറോളം നീണ്ടുനിന്ന മഴയിൽ തൃപ്രയാർ സെന്ററിൽ വെള്ളക്കെട്ടുണ്ടായി. ദേശീയപാതയിൽ വെള്ളം കവിഞ്ഞ് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ഒഴുകി. തൃപ്രയാർ സെന്ററിൽ പടിഞ്ഞാറേ വരിയിലുള്ള 10ഓളം കടകളിലാണ് വെള്ളം കയറിയത്. തൃപ്രയാർ ഉല്ലാസ് ഹോട്ടലിനുള്ളിൽ മുഴുവനും വെള്ളം കയറി. മോട്ടോർ അടിച്ചാണ് ഹോട്ടലിനുള്ളിലെ വെള്ളം പുറത്തേക്ക് ഒഴുക്കിയത്. കാനയിലൂടെ വെള്ളം ഒഴുകാത്തതും ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് പലയിടത്തും തോടുകൾ നികത്തിയതും വെള്ളക്കെട്ടിന് കാരണമായി. ഇത്തവണ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊന്നും നടന്നില്ലെന്നും വ്യാപാരികൾ പറയുന്നു. സാധാരണ മഴക്കാലത്തിന് മുൻപായിട്ട് കാനകൾ ശുചീകരിക്കുന്ന അല്ലെങ്കിൽ അത് ക്രമീകരിക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടാകാറുണ്ട്. ഇത്തവണ അത് ഉണ്ടായിട്ടില്ല. അത് ഇപ്പോൾ ഇന്ന് പഞ്ചായത്ത് അതിന് യോഗം വിളിച്ചിട്ടുണ്ട് 4 മണിക്ക്. പക്ഷെ അത് പെട്ടെന്നുള്ള മഴ വന്നുകൊണ്ടായിരിക്കാം എന്ത് തന്നെ ആയിട്ടുണ്ടെങ്കിലും ഈ ഒരു പ്രക്രിയ കുറച്ച് മുൻപേ ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു കനത്ത നാശനഷ്ടം നമുക്ക് ഒഴിവാക്കാമായിരുന്നു. ദേശീയപാത പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് വരുന്ന ഈ വെള്ളങ്ങൾ മുഴുവൻ പോകുന്നത് തൃപ്രയാർ സെൻറ്ററിൽ നിന്ന് ടെമ്പിൾ റോഡിലുള്ള ആ കാന മുഖേനയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ അടച്ചിരിക്കുന്ന ആ ഭാഗം മുഴുവൻ. കാലവർഷം എത്തുന്നതിന് മുൻപ് കാനകൾ വൃത്തിയാക്കി വെള്ളം ഒഴുകിപ്പോകാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, തൃപ്രയാർ. കുടിവെള്ള വിതരണ പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്നതിനായി റോഡ് കുഴിച്ച് കരാറുകാരൻ. വഴിയടഞ്ഞ് നാട്ടുകാർ. കൊടുങ്ങല്ലൂർ നഗരത്തിൽ ചന്തപ്പുര ജംഗ്ഷനിൽ നിന്നും ഉഴുവത്തക്കടവിലേക്കുള്ള റോഡിന് നടുവിലാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്നതിനായി കുഴിയെടുത്തത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത്. നാട്ടുകാർക്ക് നടന്നു പോകാൻ പോലും കഴിയാത്ത വിധത്തിൽ വൻ ഗർത്തമാണ് ഇവിടെയുള്ളത്. മുന്നറിയിപ്പ് ബോർഡോ അപകട സൂചന വിളക്കോ സ്ഥാപിക്കാതെ റോഡ് കുഴിച്ച നടപടിക്കെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. നാട്ടുകാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുകയും വഴിയാത്രക്കാർക്ക് മുന്നിൽ അപകടക്കെണി ഒരുക്കുകയും ചെയ്ത പ്രവൃത്തിയിൽ വാർഡ് കൗൺസിലറും CPM ഏരിയ സെക്രട്ടറിയുമായ KR ജൈത്രൻ പ്രതിഷേധിച്ചു. അടിയന്തരമായി റോഡ് തുറന്നു നൽകിയില്ലെങ്കിൽ പ്രതിഷേധ സമരം നടത്തുമെന്ന് KR ജൈത്രൻ മുന്നറിയിപ്പ് നൽകി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കുഴൂർ ഗ്രാമപഞ്ചായത്തിൽ റോഡ് നിർമ്മാണത്തിൽ തുരങ്കം വെച്ച് ഭരണസമിതി അംഗമായ സണ്ണി കൂട്ടാലയുടെ രാത്രി സമരം തന്റെ വാർഡിലെ ജനങ്ങളുടെ ദീർഘകാല അഭിലാഷമായ റോഡിനു വേണ്ടി. ഭരണസമിതിയിലെ ഭിന്നത വ്യക്തമാക്കിയുള്ള രാത്രി സമരം വേറിട്ടതായി.
കുളൂർ പഞ്ചായത്തിലെ ആലമറ്റം കുണ്ടൂർ കുന്നത്തങ്ങാടി റോഡ് നിർമ്മാണത്തിന് പ്രദേശത്തെ ചില കുടുംബങ്ങൾ തന്നെ തടസ്സം നിൽക്കുന്നതായാണ് ഒരു വിഭാഗം നാട്ടുകാരുടെ ആരോപണം. മഴ പെയ്താൽ വെള്ളക്കെട്ടുണ്ടാകുകയും ആദ്യം വെള്ളം കയറുകയും ചെയ്യുന്ന പഞ്ചായത്തിലെ പ്രദേശമാണ് ഇവിടം. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്തുകാർ റോഡില്ലാത്തതിനാൽ വളരെ കാലമായി ദുരിതം അനുഭവിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ റോഡിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കെ പ്രദേശത്തെ 2 വീട്ടുകാർ സ്റ്റേ വാങ്ങിയിരിക്കുകയാണ്. ഇതുമൂലം റോഡ് നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണെന്ന് വാർഡ് മെമ്പറായ സണ്ണി കൂട്ടാലിയും മറ്റു നാട്ടുകാരും പറയുന്നു. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസത്തിൽ ഏറ്റവും ആദ്യം കുഴൂർ പഞ്ചായത്ത് വഞ്ചി ഇറക്കുന്ന സ്ഥലമാണ്. ഈ പ്രദേശത്തിലെ റോഡ് ഒരു 2 അടി ഹൈറ്റിൽ ഉയർത്താമെന്ന് ഗ്രാമസഭയിൽ ആവശ്യം വന്നതിനെ തുടർന്നിട്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ 10 ലക്ഷം രൂപയും വാർഡ് മെമ്പറായിട്ടുള്ള എൻ്റെ ഫണ്ടും കൂടി കൂട്ടിയിട്ട് 2 ദിവസം മുന്നേ പണി തുടങ്ങി. ഇന്ന് രാവിലെ ഒരു 2 വീട്ടുകാർ വന്നിട്ട് ആ പണി 2 അടി ഉയർത്താൻ പറ്റില്ല, ഞങ്ങളത് തടയുമെന്ന് പറയുകയും നാളെ പോലീസ് അവിടെ വരികയും ചെയ്തു. അതിനുശേഷം ഇന്ന് വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ പരാതിയുള്ള 2 വീട്ടുകാർ ആ റോഡിന് സ്റ്റേ മേടിക്കാനായിട്ട് വക്കീലിനെ കൊണ്ടുവരികയും അതിൻ്റെ പേപ്പേഴ്സിൽ ഒപ്പിടുകയും അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറിയെ ഞാൻ ഫോണിൽ വിളിക്കുകയും അവർ സ്റ്റേ മേടിക്കുന്നതിന് മുന്നേ പഞ്ചായത്ത് അതിൻ്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, സ്റ്റേ മേടിച്ച് കഴിഞ്ഞാൽ വർഷക്കാലം വരുന്നതിന് മുന്നേ പണി പൂർത്തിയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ അതിന് വക്കീലിൻ്റെ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഒരു ഒപ്പിട്ടാൽ മാത്രമേ പഞ്ചായത്തിന് അവർക്ക് സ്റ്റേ കിട്ടാതെ നമുക്കത് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കൂ. അതിന് സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഒരു ഒപ്പിട്ട് തരുന്നില്ല. ഞാനിവിടെ ഏകദേശം 6:15 വന്നതാണ്. ഈ സമയമായിട്ടും പഞ്ചായത്ത് സെക്രട്ടറിക്ക് 4 ദിവസം മുന്നേ വീട്ടുകാർ പരാതി കൊടുത്തതാണ്. പക്ഷേ സെക്രട്ടറി സംഭവ സ്ഥലത്ത് വന്ന് അന്വേഷിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നാളെ നേരം വെളുക്കട്ടെ, നാളെ ആവട്ടെ എന്നാണ് പറയുന്നത്. സ്റ്റേ നൽകാതിരിക്കാൻ വേണ്ട രേഖയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ അനുമതിയോടെ സെക്രട്ടറി ഒപ്പിട്ട് തരണം. ഈ ഒപ്പിന് വേണ്ടിയാണ് സണ്ണി കഴിഞ്ഞ ദിവസം രാത്രിയിൽ സമരം നടത്തിയത്. എന്നാൽ പ്രസിഡന്റ് ഇതിന് അനുമതി നൽകുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. തൻ്റെ വാർഡിൽ എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യാൻ ഒരു വിഭാഗം ആളുകൾ തടസ്സം നിൽക്കുകയാണെന്നാണ് സണ്ണിയുടെ ആക്ഷേപം. പാർട്ടിയിലെ ഭിന്നത മൂലം പ്രദേശവാസികളുടെ ശാശ്വതമായ റോഡെന്ന സ്വപ്നം പൊലിയുമോ എന്ന ആശങ്കയിലാണ് ഒരു വിഭാഗം നാട്ടുകാർ. മീഡിയ ടൈം, മാള. ചാലക്കുടിയിൽ പുതിയ AEO ഓഫീസ് ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു. മെയ് അവസാനത്തോടെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാകും. പുതിയ അധ്യയന വർഷത്തിൽ AEO ഓഫീസിന് പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിക്കാനാകും. 7230 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 2 നിലകളിലായാണ് കെട്ടിട സമുച്ചയം ഒരുക്കിയിരിക്കുന്നത്. കാലപ്പഴക്കത്തെ തുടർന്ന് ജീർണാവസ്ഥയിലായ പഴയ കെട്ടിടത്തിന് പകരമായാണ് മിനി സ്റ്റീവിൽ സ്റ്റേഷന് സമീപം പുതിയ 2 നില കെട്ടിടം ഒരുങ്ങിയിരിക്കുന്നത്. 7230 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 2 നിലകളിലായാണ് കെട്ടിട സമുച്ചയം ഒരുക്കിയിരിക്കുന്നത്. 220 ലക്ഷം രൂപ ചിലവിലാണ് നിർമ്മാണം. താഴത്തെ നിലയിൽ AEO റൂം, ഓഫീസ് റൂം, ഡൈനിങ് ഹാൾ, ടോയ്ലറ്റുകൾ, സ്റ്റോർ റൂം, എയ്ഡഡ് റെക്കോർഡ് റൂം എന്നീ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. 1-ാം നിലയിൽ കോൺഫറൻസ് ഹാൾ, 2 വിസിറ്റേഴ്സ് റൂമുകൾ, ടോയ്ലറ്റുകൾ തുടങ്ങിയ സൗകര്യങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. സൗകര്യക്കുറവും കാലപ്പഴക്കവും വന്ന പഴയ കെട്ടിടത്തിന് പകരം പുതിയ കെട്ടിടം വേണമെന്ന പതിറ്റാണ്ടുകളായിട്ടുള്ള ആവശ്യമാണ് ഇപ്പോൾ സാഫല്യമാകുന്നത്. മീഡിയ ടൈം, ചാലക്കുടി. വരന്തരപ്പിള്ളി മുപ്പിളിയം പാറക്കുളത്ത് യുവാവിനെ വീട്ടുകിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ജാർഖണ്ഡ് സ്വദേശി 24 വയസ്സുള്ള ധീരജ് സിംഗ് ആണ് മരിച്ചത്. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ട്. പാറക്കുളത്ത് കെട്ടിട നിർമ്മാണത്തിന് എത്തിയ തൊഴിലാളിയാണ് ഇയാൾ. തൊഴിലാളികൾ താമസിക്കുന്ന വാടക വീട്ടിലെ കിണറിലാണ് വെള്ളിയാഴ്ച രാവിലെ മൃതദേഹം കണ്ടത്. ദുർഗന്ധം വന്നതോടെ കൂടെ താമസിക്കുന്നവരാണ് ആദ്യം മൃതദേഹം കണ്ടത്. ആൾമറയുള്ള കിണറ്റിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ചൊവ്വാഴ്ച രാത്രി ഇയാളെ കണ്ടതായി പറയുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികളായ 5 പേരാണ് ഈ വീട്ടിൽ താമസം. പുതുക്കാട് നിന്നെത്തിയ ഫയർഫോഴ്സും വരന്തരപ്പള്ളി പോലീസും നാട്ടുകാരും ചേർന്നാണ് മൃതദേഹം പുറത്തെടുത്തത്. വരന്തരപ്പള്ളി പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം മൃതദേഹം മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. മീഡിയ ടൈം, പുതുക്കാട്. ഇനി നാട്ടിൽ നടന്നത്. ഭാര്യയെ വെട്ടി പരിക്കേൽപ്പിച്ച ഭർത്താവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കാരണം ചെമ്മണ്ടയിലാണ് സംഭവം ഉണ്ടായത്. ചെമ്മണ്ട സ്വദേശി സാബുവാണ് ഭാര്യ ദീപ്തിയെ ആക്രമിച്ചത്. പിന്നീട് വിഷം കഴിച്ചും കൈഞ്ഞരമ്പ് മുറിച്ചും ഇയാൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ദീപ്തിക്ക് തലയ്ക്കും കൈക്കും പരിക്കേറ്റു. ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കുടുംബവഴക്കാണ് കാരണമെന്ന് പോലീസ് അറിയിച്ചു.
ആലുവ അദ്വൈതാശ്രമത്തിൽ നിന്നും മലമ്പാമ്പിനെ പിടികൂടി. പെരിയാറിലേക്കുള്ള കനാലിലൂടെയാണ് മലമ്പാമ്പ് എത്തിയത്. ആശ്രമത്തിന്റെ മതിലിനരികിൽ കിടന്ന പാമ്പിനെ കാക്കകൾ ആക്രമിച്ചതോടെ മലമ്പാമ്പ് മരത്തിൽ കയറി ചുറ്റിക്കിടന്ന നിലയിലാണ് കാണപ്പെട്ടത്. ആശ്രമാധികൃതർ പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് വനംവകുപ്പിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പിന്റെ പാമ്പ് പിടുത്തക്കാരൻ ഷൈൻ എത്തി പാമ്പിനെ ചാക്കിലാക്കുകയും ഉളുവനത്തിലേക്ക് തുറന്നുവിടുകയും ചെയ്തു. മാളയിൽ റോഡിലേക്ക് മാലിന്യം നിക്ഷേപിച്ചവർക്കും മലിനജലം പൊതുസ്ഥലത്തേക്ക് ഒഴുക്കിവിട്ടവർക്കും നോട്ടീസ് നൽകി. ശുചിത്വം പാലിക്കാതിരുന്ന ബസ് സ്റ്റാൻഡിലെ കടകൾക്ക് 5 ദിവസം കൊണ്ട് പരിസരം വൃത്തിയാക്കുന്നതിന് നോട്ടീസ് നൽകി. ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ മെയിൻ്റനൻസ് നടത്തുന്നതിന് ഗ്രാമപഞ്ചായത്ത് അനുമതി നൽകി. സിനഗോഗിന് സമീപമുള്ള മാലിന്യം നീക്കം ചെയ്യാൻ മാനേജർക്ക് നിർദ്ദേശം നൽകി. പരിശോധനാ സംഘത്തിൽ എൻഫോഴ്സ്മെന്റ് ഓഫീസർമാരായ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ വിനോദ് കുമാർ, മിജോയ്, മൈക്കിൾ, ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ജലീൽ, ക്ലർക്ക് നിമ്മി, ഹെൽത്ത് ഇൻസ്പെക്ടർ ആതിര എന്നിവർ പങ്കെടുത്തു. സാമൂഹിക സംരംഭകത്വ വികസന പദ്ധതി പ്രകാരം NGO സംഘടനയായ സൊസൈറ്റി ഫോർ ഇൻ്റഗ്രേറ്റഡ് ഗ്രോത്ത് ഓഫ് ദി നേഷന്റെ നേതൃത്വത്തിൽ വനിതകൾക്ക് 50% സൗജന്യമായി 634 ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. പറവൂരിൽ നടന്ന പരിപാടി BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് N രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. BJP പറവൂർ മണ്ഡലം പ്രസിഡന്റ് T A ദിലീപ് അധ്യക്ഷത വഹിച്ചു. സൈൻ സംസ്ഥാന സെക്രട്ടറി രൂപേഷ് R മേനോൻ, KT ബിനീഷ്, കോർഡിനേറ്റർ സുനിൽകുമാർ കളമശ്ശേരി, KP രാജൻ, TG വിജയൻ, ES പുരുഷോത്തമൻ, സിമി തിലകൻ, MN ബാലചന്ദ്രൻ, രാജു മാടവന, B ജയപ്രകാശ്, VK രാമു എന്നിവർ സംസാരിച്ചു. കൊമ്പത്തുകടവ് സേവ്യൂർ സെന്റ് ഫ്രാൻസിസ് ദേവാലയം ശതാബ്ദി ജൂബിലി വർഷത്തിലേക്ക് കടക്കുകയാണ്. ഇതിന്റെ ഭാഗമായി മിസ്റ്റർ ഫ്രാൻസിസ് സേവ്യറിന്റെ ശരീരം സൂക്ഷിച്ചിരിക്കുന്ന ഗോവയിലെ ബസിലിക്ക ദേവാലയത്തിൽ നിന്നും ആരംഭിക്കുന്ന ദീപശിഖ പ്രയാണം മെയ് 12 വൈകിട്ട് 5 ദേവാലയത്തിൽ എത്തിച്ചേരും. തുടർന്ന് മാർ ജോർജ് ഞർലാക്കാട്ട് കാർമ്മികത്വം വഹിക്കുന്ന കുർബാനയോടെ ജൂബിലി വർഷത്തിന് തുടക്കമാകും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം ബെന്നി ബെഹ്റാൻ MP ഉദ്ഘാടനം ചെയ്യും. ഇരിങ്ങാലക്കുട രൂപത അധ്യക്ഷന്മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിക്കും. മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ഫാദർ ഫെബിൻ കൊടിയൻ, KV ആൻഡ്രൂസ്, ബിജി പട്ടേരി, സ്നേഹു തെക്കേത്തല, സ്റ്റാൻലി പാലമിറ്റം എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. കുരൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം നടന്നു. കളഭാഭിഷേകം, ചതുശ്ശതം നിവേദ്യം, അന്നദാനം, ശീവേലി, സമ്പൂർണ്ണ ചുറ്റുവിളക്ക്, നിറമാല, മുഴുക്കാപ്പ് എന്നിവ നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ ലോകമനേശ്വരം ശ്രീ ഗുരുദേവ സമാജം വക സച്ചിദാനന്ദ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ശ്രീ പാർവതിക്ക് പൊങ്കാല സമർപ്പണം നടന്നു. അക്ഷയ തൃതീയ ദിനത്തിലാണ് ക്ഷേത്രാങ്കണത്തിൽ പൊങ്കാല സമർപ്പണം നടന്നത്. സുരേന്ദ്രൻ ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങുകൾക്ക് പ്രസിഡന്റ് VP കല്യാൺ റാം, സെക്രട്ടറി VS സജീവൻ, ട്രഷറർ PS മനോജ്, പൊങ്കാല സംഘാടക സമിതി കൺവീനർ ദീപ അനിൽ എന്നിവർ നേതൃത്വം നൽകി. നിരവധി ഭക്തർ പൊങ്കാല സമർപ്പണ ചടങ്ങിൽ പങ്കെടുത്തു. കയ്പമംഗലം അയ്യൂർ ചാപ്പക്കടവ് ശ്രീ ഗുളികൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിൽ മേടപ്പുമുടി മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി PV സന്തോഷ് തന്ത്രികൾ കൊടിയേറ്റ് നിർവഹിച്ചു. അവണങ്ങാട്ട് കളരിയിലെ അഡ്വക്കേറ്റ് AU രഘുരാമപ്പണിക്കർ കലവറ നിറയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. KV തമ്പി ആദ്യ സമർപ്പണം നടത്തി. പന്തൽക്കടവ് അയ്യപ്പ സന്നിധിയിൽ നിന്ന് താലമരവ് ക്ഷേത്രത്തിലെത്തി സ്വീകരിച്ചു. പെരിഞ്ഞനം ശ്രീപതി കളപ്പുര അവതരിപ്പിച്ച വനിതാ ശിങ്കാര്യമേളവും നൃത്തസന്ധ്യയും ഉണ്ടായിരുന്നു. ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ BS ശക്തിധരൻ, KB ആത്മാനുജൻ, KK സുരേഷ് എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. BJP നേതാക്കൾ പ്രതികളായ കൊടകര കുഴൽപ്പണ കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് ED ഹൈക്കോടതിയിൽ. പണത്തിന്റെ ഉറവിടം കണ്ടെത്താനുള്ള അന്വേഷണം തുടരുന്നതായും ED. ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമിയിൽ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സ്റ്റോപ്പ് മെമ്മോ നിലനിൽക്കെ മണ്ണിട്ട് നികത്തി. കർഷക തൊഴിലാളി യൂണിയൻ ചാലക്കുടി ഏരിയ സെക്രട്ടറി ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകി. ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ഭർത്താവ് ആത്മഹത്യക്ക് ശ്രമിച്ചു. കാരണം ചെമ്മണ്ട സ്വദേശി സാബുവാണ് ഭാര്യ ദീപ്തിയെ ആക്രമിച്ചത്. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.